CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 7000 രൂപയോളം നഷ്ടപ്പെട്ടു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. അകലാട് യുവാവിനെ വീടുകയറി ആക്രമിച്ചതായി പരാതി. സിദ്ദിഖുൽ ഇസ്ലാം മദ്രസ റോഡിൽ കാര്യാടത്ത് ഗഫൂർ മകൻ 23 വയസ്സുള്ള അർഷനാണ് മർദ്ദനമേറ്റത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ദിവസത്തെ വരുമാനം സംഭാവനയായി നൽകാനൊരുങ്ങി കണ്ടാണശ്ശേരിയിലെ ഹോട്ടൽ തന്മയ. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാലയ്ക്ക് സമീപത്ത് പൊതുപ്രവർത്തകനായ AN സജീവൻ നടത്തുന്ന ഹോട്ടലിൽ ഞായറാഴ്ച ലഭിക്കുന്ന വരുമാനമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുക. വേലൂർ സൊസൈറ്റി പാടത്തിനു സമീപം സംസ്ഥാനപാതയിൽ അറവു മാലിന്യം തള്ളുന്നതിനെതിരെ വായയും മൂക്കും മൂടിക്കെട്ടി ജനകീയ പ്രതിഷേധം. ചൂണ്ടൽ സെന്ററിലെ ഉണങ്ങിയ മരം യാത്രികർക്ക് ഭീഷണിയാകുന്നു. ചൂണ്ടൽ സെന്ററിലെ വ്യാപാര സമുച്ചയത്തിന് മുന്നിൽ ഉണങ്ങിയ നിലയിൽ കാലങ്ങളായി നിലനിൽക്കുന്ന കൂറ്റൻ പ്ലാവാണ് യാത്രികർക്കും വ്യാപാരികൾക്കും ഒരുപോലെ ഭീഷണിയായി മാറിയിട്ടുള്ളത്. സംസ്ഥാനപാത ചങ്ങരംകുളത്ത് ഓട്ടോറിക്ഷയും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹാരാസ്മെന്റ് ആക്ടുമായി ബന്ധപ്പെട്ട് കുന്നംകുളത്തെ ഹരിതകർമ്മസേനാംഗങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കോതച്ചിറ സ്വദേശി രാജൻ മാസ്റ്ററുടെ പ്രഥമ കഥാസമാഹാരമായ ഗായത്രി എന്റെ ശിഷ്യ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടത്തി. ജനവിരുദ്ധ കേന്ദ്ര ബജറ്റിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശിഹാബ് തങ്ങൾ അനുസ്മരണം സംഘടിപ്പിച്ചു. കുന്നംകുളം ഇന്ദിരാഭവന്റെ പുനർനിർമ്മാണത്തിന് തുടക്കമാകുന്നു. കോൺഗ്രസിന്റെ കുന്നംകുളത്തെ ആസ്ഥാന മന്ദിരമായ ഇന്ദിരാഭവൻ കാലപ്പഴക്കത്താൽ ശോചനീയമായ സാഹചര്യത്തിലാണ് നവീകരണത്തിന് കളമൊരുങ്ങിയത്. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ബാലഗോകുലം വടക്കേക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാഗത സംഘം രൂപീകരിച്ചു. കൂനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രി ജനറൽ സർജൻ ഡോക്ടർ ഷാജി ഭാസ്കർ ഉദ്ഘാടനം നിർവഹിച്ചു. UDF ചാലിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കിഴക്കേ പട്ടിശ്ശേരിയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗവും ചാലിശ്ശേരി പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വിജേഷ് കുട്ടന് സ്വീകരണവും നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാട്ടക്കമ്പാൽ ചിറക്കൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാര ദിനം ആചരിച്ചു. മന്നലാങ്കുന്ന് AKG റോഡ് വെള്ളക്കെട്ടിന് ശാസ്ത്രീയമായ രീതിയിൽ പരിഹാരം കാണണമെന്നും പ്രദേശവാസികളെ തീരാദുരിതത്തിലേക്ക് തള്ളിവിടരുതെന്നും SDPI പുന്നയൂർകുളം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. പുന്നയൂർ അകലാട് അംബാല SKSSF യൂണിറ്റ് കമ്മിറ്റിക്ക് കീഴിൽ അംബാല ഇസ്ലാമിക് സെന്റർ ഓഫീസ് ഉദ്ഘാടനം വെളിയംകോട് സയ്യിദ് മുത്തുമോൻ തങ്ങൾ നിർവഹിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.